ഡ്രീംസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ് ബയോളജിയാണ്. നമ്മുടെ ടീച്ചർ സബിൻ സർ, അദ്ദേഹം ആസ്മാബി കോളേജിൽ ബോട്ടണി വിഷയത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ പാഷൻ എന്ന് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. സന്തോഷപൂർവ്വം നമുക്ക് സബിൻ സാറിനെ ക്ഷണിക്കാം. സർ. ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് സബിൻ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ബയോളജി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ബയോളജി ക്ലാസ്സാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്ണു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൊതുവെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് ശരിക്കും ബയോളജി എന്ന് പറയുന്നത്. മറ്റെല്ലാ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിച്ച് നല്ല ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരാൾക്ക് റിലാക്സേഷൻ തരുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബയോളജിനെ കാണാം. കാരണം നമ്മൾ പൊതുവെ ഇതിന് നമ്മുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റുമായി ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ബയോളജിയിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യം പറയാണ്, ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിൽ നമുക്ക് 8 ചാപ്റ്ററുകളാണ് മെയിനായിട്ട് പഠിക്കാൻ, 8 പാഠങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ആ പാഠങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ ഓരോ പാഠങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് ഒരു പാഠം നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാനും അത് കഴിഞ്ഞിട്ട് അടുത്ത പാഠത്തിലേക്ക്, അങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് മെയിനായിട്ട് 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാലം നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി നമുക്ക് അങ്ങനെയുള്ള ചാപ്റ്ററുകളാണ് മെയിനായിട്ട് നമുക്ക് ബയോളജിയിൽ തരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതിൽ പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. സോ എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരുമ്പോൾ, സെൻസേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരാം സെൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ? നിങ്ങൾ ഒരുപാട് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ചുറ്റുപാടുകൾ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വസ്തുക്കൾ നിങ്ങൾ കാണുന്നുണ്ട്. ആ കാണുക എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻസേഷനാണ്, അല്ലെ? നമ്മൾ കുറെ വസ്തുക്കളെ കാണുന്നത് എന്താണ്, അല്ലെങ്കിൽ വസ്തുക്കളെ കാണുന്നതിന് നമ്മൾ എന്ത് പറയും? സെൻസേഷനാണ്. ഇനി നമ്മുടെ കിളികളുടെ ശബ്ദങ്ങളും അതുപോലെ മറ്റു ജീവികളുടെ ശബ്ദങ്ങളും വണ്ടികൾ പോകുന്ന ശബ്ദങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ കാരണം എന്താണ്? സെൻസേഷനാണ്. അതും ഒരു സെൻസേഷനാണ്. അതുപോലെ നമ്മളെ പെട്ടെന്ന് നമ്മളൊരു കൂട്ടുകാരൻ നമ്മളെ ബാക്കിൽ തോണ്ടി നമ്മളെ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ ടച്ച് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻസേഷനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി സെൻസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സെൻസേഷൻ എന്ന് പറയുന്ന ടേം വരാൻ കാരണം എന്താണ്? നമ്മൾ അത് അറിയുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് അറിയുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൻസ് ഓർഗൻ? അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. എന്താണ് സെൻസ് ഓർഗൻസ്? എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് ഓർഗൻസ്, ഓക്കെ, ദ ഓർഗൻസ് വിച്ച് ഹെൽപ്പ് ഫോർ സെൻസേഷൻ. സെൻസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ അല്ലെങ്കിൽ അവയവങ്ങളെ നമ്മൾ പറയുന്നതാണ് സെൻസ് ഓർഗൻസ്, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളും അവയവ വ്യവസ്ഥയും ഒക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എത്ര തരത്തിലുള്ള സെൻസ് ഓർഗൻസ് ഉണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള സെൻസ് ഓർഗൻസ് കാണുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ? പ്രധാനമായിട്ടും 5 തരത്തിലുള്ള സെൻസ് ഓർഗൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ സെൻസ് ഓർഗൻസ്. നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് നമ്മുടെ ഐ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ. അപ്പൊ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെൻസേഷൻ ആണ് നമുക്ക് തരുന്നത്? സൈറ്റ് എന്ന് പറയുന്ന സെൻസേഷൻ ആണ് നമുക്ക് തരുന്നത്. സൈറ്റ്, അല്ലെ? കാണുക എന്ന് പറയുന്ന ഒരു സെൻസേഷൻ ആണ് നമുക്ക് തരുന്നത്. ഇനി അതേപോലെ തന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ ആണ് നമ്മുടെ ഇയർ, അല്ലെങ്കിൽ ചെവി എന്ന് പറയും. ഇയർ എന്ത് സെൻസേഷൻ ആണ് നമുക്ക് തരുന്നത്? എന്ത് സെൻസേഷൻ ആണ് ഇയറിലൂടെ നമുക്ക് കിട്ടുന്ന സെൻസേഷൻ? എന്താണ്? ഹിയറിംഗ് ആണ്. അതാണ് ഹിയറിംഗ്. അതായത് നമുക്ക് കാര്യങ്ങൾ കേൾക്കുക. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അത് കാണാൻ കാരണം എന്താണ്? നമ്മുടെ ഐ ആണ്. അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് കേൾക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഇയർ ആണ്.
അതുപോലെ അടുത്ത സെൻസ് ഓർഗൻ ആയിട്ട് നമ്മൾ പറയുന്ന നെക്സ്റ്റ് സെൻസ് ഓർഗൻ നമ്മൾ നോസ് എന്നാണ് പറയുന്നത്. നോസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് രീതിയിലുള്ള സെൻസേഷൻ ആണ് നമുക്ക് നോസ് തരുന്നത് മെയിൻ ആയിട്ട്? അപ്പൊ നോസിലൂടെ നമ്മൾ അറിയുന്ന സെൻസേഷൻ എന്ന് പറയുന്നത് സ്മെല്ലാണ്. എന്താണ് നമ്മൾ അറിയുന്നത്? സ്മെൽ. ഓക്കെ, സ്മെൽ അറിയാനായിട്ട് നമ്മുടെ നോസ് നമ്മൾ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ടങ്കാണ്. നമ്മുടെ ടങ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ടങ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ ആയിട്ട് എന്തറിയാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് നമ്മുടെ ടേസ്റ്റ് അറിയാനായിട്ടാണ്. ടേസ്റ്റ് അറിയാനായിട്ടാണ് നമ്മുടെ ടങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. സ്കിന്നിന്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സ്കിൻ? സ്കിന്നിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ലാർജസ്റ്റ് സെൻസ് ഓർഗൻ of our body. Largest sense organ in our body ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സെൻസേഷൻസ് അല്ല സ്കിന്നിന് സാധ്യമാക്കുന്നത്, പക്ഷെ മൾട്ടിപ്പിൾ സെൻസേഷൻ സാധ്യമാക്കുന്നു. ഒന്നിൽ കൂടുതൽ സെൻസേഷനുകൾ സാധ്യമാക്കുന്ന ഒരു ഓർഗൻ ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലെ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെ സെൻസേഷൻ ആണ്? ഉദാഹരണങ്ങൾ പറയും. എന്തൊക്കെ സെൻസേഷൻ ആണ് സ്കിൻ നമുക്ക് തരുന്നത്? നമുക്ക് എന്തൊക്കെ സെൻസേഷൻ ആണ് സ്കിൻ വഴി അറിയാം? ടച്ച് നമ്മുടെ സ്കിൻ വഴിയാണ് അറിയുന്നത്. സെൻസേഷൻ ടച്ച് എന്ന് പറയുന്ന സെൻസേഷൻ നമ്മുടെ സ്കിൻ വഴിയാണ് അറിയുന്നത്. അതുപോലെ നമുക്ക് കോൾഡിനെ സെൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഹീറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് പെയിൻ സെൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കിട്ടിയ കാര്യങ്ങൾ മുഴുവൻ എന്താണ്? റെസ്പോൺസസ് ആണ്. സെൻസേഷൻ വഴി നമുക്ക് കിട്ടിയ റെസ്പോൺസസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഉണ്ടായ സെൻസേഷൻ വഴി നമുക്ക് സെൻസ് ഓർഗൻ ഉപയോഗിച്ച് നമുക്ക് സെൻസേഷൻ ഉണ്ടായി. അതുവഴി നമുക്ക് കിട്ടിയ റെസ്പോൺസസ് ആണ്. കണ്ണു വഴി നമ്മൾ ഒരു കാര്യം കാണുന്നു, കാതിലൂടെ നമ്മൾ ഒരു കാര്യം കേൾക്കുന്നു, അതുപോലെ നമ്മൾ മൂക്ക് ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിന്റെ ഗന്ധം അറിയുന്നു, ടങ് ഉപയോഗിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു, സ്കിൻ ഉപയോഗിച്ച് നമ്മൾ ടച്ച്, കോൾഡ്, ഹീറ്റ്, പെയിൻ എന്നീ കാര്യങ്ങളെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഈ അറിയുക എന്നുള്ള കാര്യം പറയണമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്പോൺസസ്. ആ റെസ്പോൺസസ് തരുന്ന ആരാണ്? റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ റെസ്പോൺസസ് തരാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ ശരീരത്തിൽ റെസ്പോൺസ് തരാൻ കഴിവുള്ള ആളാണ്. നല്ലോണം ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ പാർട്ട് ആരാണ്? ബ്രെയിൻ ആണ്. ആരാണ്? ബ്രെയിൻ. നമ്മളുടെയൊക്കെ ബ്രെയിൻ ആണ് നമുക്ക് ഈ എല്ലാത്തിന്റെയും റെസ്പോൺസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ബ്രെയിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ആളും കൂടി ഉണ്ട്. അതാരാണ്? സ്പൈനൽ കോഡ്. ആരാണ്? സ്പൈനൽ കോഡാണ്. സോ ഇതാണ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കടക്കില്ല, ചാപ്റ്ററിലേക്ക് എടുക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. എന്താണ്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. അപ്പൊ ഞാൻ ഈ കാര്യം റബ്ബ് ചെയ്യാണ്, നിങ്ങൾ എപ്പോഴും മനസ്സിലോർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ ആദ്യമായി ഞാനൊരു കാര്യം വരയ്ക്കുകയാണ്. നമ്മുടെ ശരീരം എന്ന് വരയ്ക്കുകയാണ്. നമുക്ക് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മളൊരു ഹ്യൂമൻ ബോഡി ഏകദേശം രൂപം നമുക്കൊന്ന് വരച്ചുണ്ടാക്കാം. ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം മൂക്ക്, അതുപോലെ തന്നെ വായൊക്കെ ഉണ്ടാവും. ഒരാളുടെ ശരീരം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ണുണ്ടാവും. ഇങ്ങനെ നമ്മളൊരു ഏകദേശം രൂപം നമ്മൾ വരയ്ക്കുകയാണ്. നമ്മളിങ്ങനെ ഒരാളുടെ ശരീരം നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ കൈ ഹാൻഡ് ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ പോകാൻ ശരീരം. ഇങ്ങനെ വരാം. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ലെഗ്, കാല്. ബാക്ക് സൈഡ് ആണ് നമ്മൾ വരച്ചുണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കും. കണ്ണ് വേണം, ബാക്ക് സൈഡ് ആണ് നമ്മൾ വരച്ചുണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കും. നമ്മുടെ ബാക്ക് സൈഡാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഞാൻ വരച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തില്. നമുക്കറിയാം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ബ്രെയിൻ എന്ന് പറയുന്ന ഓർഗൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മടക്കുകളും ചുളിവുകളും ഒക്കെ നമ്മുടെ ശരീരത്തിലെ പാർട്ടാണ് ബ്രെയിൻ, അല്ലെ? ബ്രെയിനിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് സ്പൈനൽ കോഡ്. നമ്മൾ എന്ത് പറയും? സ്പൈനൽ കോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സ്പൈനൽ കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡ് കാണും. ഈ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി നെർവുകൾ ഉണ്ട്. പല നെർവുകൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നെർവുകൾ കാണാം.
പല പല നെർവുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ കാലിലേക്കും കൈയിലേക്കും ഒക്കെ നെർവുകൾ ഇതുപോലെ പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന്റെ ഉൾവശമുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പുറംഭാഗമുണ്ട്. ഞാനിങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ എന്റെ ശരീരത്തിന്റെ ഉൾവശമുണ്ട്, എന്റെ ശരീരത്തിന്റെ പുറംഭാഗമുണ്ട്. ഈ പുറം ഭാഗത്തെ, ശരീരത്തിന്റെ പുറമേയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മൾ പറയാം നമ്മള് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഷോർട്ട് ലെറ്റർ ഉള്ളൂ, മനസ്സിലാക്കിയിരിക്കണം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മളെ പുറം വശത്തെ പറയാം നമ്മുടെ ശരീരത്തിന്. അത് അപ്പൊ ഉള്ളിലെ ഭാഗത്ത് എന്തായിരിക്കും നമ്മൾ പറയാം? നമ്മുടെ ശരീരത്തിന്റെ ഉൾവശത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ശരീരത്തിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മള് സിംഗിൾ ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റിമുലൈ എന്ന് പറയും. മൾട്ടിപ്പിൾ കുറെ എണ്ണത്തിനെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ സ്റ്റിമുലസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പുറത്തുള്ള എൻവയോൺമെന്റിൽ നിന്ന് സ്റ്റിമുലസസ് ഉണ്ടാകുന്നുണ്ട്, അകത്തുള്ള എൻവയോൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് സ്റ്റിമുലസസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുറത്തുള്ള എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുറം ഭാഗത്ത് ഉണ്ടാകുന്ന സ്റ്റിമുലസുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തായിരിക്കും പറയാ? എന്ത് പറയാ നമ്മൾ? ശരീരത്തിന്റെ പുറത്തെ എൻവയോൺമെന്റ് നമ്മൾ എന്താ പറയാ? എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പൊ ശരീരത്തിന്റെ പുറത്ത് ഉണ്ടാകുന്ന സ്റ്റിമുലസുകളെ നമ്മൾ എന്തായിരിക്കും പറയാ? എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. call it as external stimuli or external stimulus എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞു? ചില സ്റ്റിമുലസുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇൻസൈഡ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് കുറെ സ്റ്റിമുലസുകൾ ഉണ്ടാകുന്നുണ്ട്. ആ സ്റ്റിമുലസുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ. എന്താണ് പറയുന്നത്? നമ്മള് ഇന്റേണൽ സ്റ്റിമുലൈ. സിംഗിൾ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ഫസ്റ്റ് ഉണ്ടാവുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റിമുലൈ എന്നാണ് നമ്മൾ പറയാം, അല്ലെ? അപ്പൊ സ്റ്റിമുലൈ എത്ര തരം ഉണ്ട്? നിങ്ങൾ പഠിച്ചല്ലോ പറയും. സ്റ്റിമുലൈ എത്ര തരം ഉണ്ട്? രണ്ട് തരം സ്റ്റിമുലൈകളുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരം സ്റ്റിമുലൈസുകൾ? ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ, രണ്ടാമത്തെ സ്റ്റിമുലസുകൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇന്റേണൽ. അപ്പൊ എക്സ്റ്റേണൽ സ്റ്റിമുലസസ് ആൻഡ് ഇന്റേണൽ സ്റ്റിമുലസസ്. അപ്പൊ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം. നമ്മൾ സ്റ്റിമുലൈ ഒന്ന് ഡിഫൈൻ ചെയ്ത് ഒന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റിമുലൈ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സ്റ്റിമുലൈ വിച്ച് ആർ സെൻസസ്. സ്റ്റിമുലൈ എന്ന് പറയുന്നത് എന്താണ്? സെൻസസുകൾ. സെൻസസ് ദാറ്റ് ഇവോക്ക്. അത് എന്തുണ്ടാക്കും? റെസ്പോൺസസ്. നമ്മുടെ ശരീരത്തിലെ റെസ്പോൺസസ് ഉണ്ടാക്കുന്ന സെൻസുകളെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്? സ്റ്റിമുലൈ എന്ന് പറയും, സിംപിളി. അപ്പൊ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ്. കണ്ടോ? സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ശരീരത്തില് റെസ്പോൺസസിന് കാരണമായിട്ടുള്ള പ്രേരണകൾ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസസിന് കാരണമായിട്ടുള്ള എന്താണ്? സെൻസുകളെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലൈ എന്ന് പറയും. മനസ്സിലായോ? സ്റ്റിമുലൈ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്ര തരത്തിലുള്ള സ്റ്റിമുലൈസ് ഉണ്ട്? രണ്ട് തരത്തിലുള്ള സ്റ്റിമുലൈസ് ഉണ്ട്. നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഒന്ന് എക്സ്റ്റേണൽ, രണ്ട് ഇന്റേണൽ. രണ്ട് തരത്തിലുള്ള സ്റ്റിമുലൈസ്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലൈ. സോ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാൻ പറ്റും നോക്കി. എക്സ്റ്റേണൽ സ്റ്റിമുലസിന് എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ശരീരത്തിന് പുറത്തുണ്ടാകുന്ന കുറച്ച് സ്റ്റിമുലൈസുകൾക്ക് ഉദാഹരണം ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് പുറത്തുണ്ടാകുന്ന സ്റ്റിമുലൈക്ക് ഉദാഹരണങ്ങൾ? ഓരോന്നും നമുക്ക് പറയാം. ഒന്ന് ലൈറ്റ്. ശരീരത്തിന് പുറത്തുണ്ടാകുന്ന ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് ലൈറ്റ്. സംശയമുണ്ടോ? ഇല്ല. ലൈറ്റ് കണ്ണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സൈറ്റ് കിട്ടുന്നത്. സോ ലൈറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അടുത്തൊരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ നിങ്ങൾ പറഞ്ഞേ എന്താണ്? സൗണ്ട്, അല്ലെ? നമ്മുടെ ശരീരത്തിന് പുറത്തുണ്ടാകുന്ന ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് സൗണ്ട്, അല്ലെ? ഇനി എന്താണ്? ഇനി വേറെ എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ പേര് പറഞ്ഞാൽ ഇനി ഉണ്ടാകുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആലോചിച്ച് നോക്കുക. എന്താണ്? എന്താണ്? ഫുഡ് പാർട്ടിക്കിൾസ്, അല്ലെ?
ഫുഡ് പാർട്ടിക്കിൾസ് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ അല്ല, നമുക്ക് അതിന്റെ സ്മെൽ എന്ന് പറയാം. എന്ന് പറയുന്നത് സ്മെൽ പാർട്ടിക്കിൾ അല്ലെ. സ്മെൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൈ ആണ്. ഇനി എന്തായിരിക്കും? അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ടച്ച്. എന്താണ് ടച്ച്? നമ്മുടെ ശരീരത്തിൽ തൊടുക. ടച്ച് ഈസ് എ സ്റ്റിമുലൈ അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഹീറ്റ്, ചൂട്. നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ചൂട് അല്ലെ. അതുപോലെ തന്നെ പെയിൻ, വേദന, പെയിൻ. ഇനി എന്തുണ്ട്? കോൾഡ്. ഇതിനൊക്കെ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ കണക്കിൽപ്പെടുത്താം. ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. എക്സ്റ്റേണൽ സ്റ്റിമുലസിന് എക്സാമ്പിൾസ് ആണ്. ലൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടച്ച്, ഹീറ്റ്, പെയിൻ, കോൾഡ്. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കണ്ടെത്താനായി സാധിക്കും. കുറച്ചെണ്ണത്തിൽ നിങ്ങൾ കണ്ടെത്തി എന്തൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലൈസ് ആണ് ഉണ്ടാകുന്നത്. ഇന്റേണൽ സ്റ്റിമുലൈസസിന്റെ നമ്പർ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഇന്റേണൽ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഇന്റേണൽ സ്റ്റിമുലൈസിന്റെ പേര് ആലോചിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ഒരാളാണ്. എന്താണ്? ഹങ്കർ. എന്താണ്? വിശപ്പ്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് വരുമ്പോൾ നമുക്ക് അറിയാം അത് നമ്മുടെ ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുന്ന ഒരു സ്റ്റിമുലൈ ആണ് ഹങ്കർ. അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ. എന്താണ് തേഴ്സ്റ്റ്. അത് പറയാം നമ്മള് തേഴ്സ്റ്റ് ഇൻ ദ സെൻസ് ദാഹം. അതും ഒരു ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇന്റേണൽ സ്റ്റിമുലൈന് വേറെ രണ്ട് എക്സാമ്പിൾ പറയാം. പ്രഷർ. എന്താണ്? പ്രഷർ നമുക്ക് രണ്ടിലും പറയാം. എക്സ്റ്റേണലിയും പറയാം, ഇന്റേണലിയും പറയാം. എക്സ്റ്റേണൽ സൈഡിൽ ഉണ്ടാവുന്നുണ്ട്, ഇന്റേണൽ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. സോ പ്രഷർ ഓൾസോ എ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ രണ്ടിലും പറയാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിന് പുറത്തും ഉണ്ടാകുന്നുണ്ട്, ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ രണ്ടോടത്തും നമുക്ക് പറയാം. ടെമ്പറേച്ചർ നമുക്ക് രണ്ടോടത്തും പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്മൾ ഇവിടെ പറഞ്ഞ ഒരാളിൽ എന്താണ്? പെയിൻ. നിങ്ങളുടെ ശരീരത്തിന് ഉൾവശത്ത് വേദന വരാറുണ്ടോ? ആലോചിച്ച് നോക്കാം. ശരീരത്തിനുള്ളിലും പെയിൻ എന്ന് പറയുന്ന റെസ്പോൺസ് ഉണ്ടാവുന്നില്ലേ? അപ്പൊ പെയിൻ എന്ന് പറയുന്നതും നമ്മളുടെ ഒരു ഇന്റേണൽ സ്റ്റിമുലൈയുടെ കാര്യത്തിൽ നമുക്ക് ഈ പെയിനും എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിമുലൈസ്. അപ്പൊ സ്റ്റിമുലൈ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പൊ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നൂടെ ജസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ്, ദാറ്റ് ഈസ് സ്റ്റിമുലൈ. Two type of stimuli, internal, external and internal. External should be produced in external environment and internal produced in the internal environment. Examples: external light, sound, smell, etc. Okay. Internal stimulus in example: hunger, thirst, pressure, pain, etc. These are also internal stimuli. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ്. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. ഓക്കെ, നമ്മളിത് വായിക്കുകയാണ്. ഞാൻ ഈ പ്ലേസ് ഒന്ന് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്റ്റിമുലൈ വരുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്റ്റിമുലൈ വരുമ്പോൾ we need to receive it. നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? അതിനെ റിസീവ് ചെയ്യണം. ബോഡി നീഡഡ് ടു റിസീവ് ഇറ്റ്. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിട്ടാണ്, സെൽസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് വിത്ത് സെൽസ്. ശരിയല്ലേ? സെൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരം ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. സെൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ നെർവ് സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സെൽസ്, നെർവ് സെൽസ്, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ വേറെയും ഇഷ്ടംപോലെ സെൽസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് സെല്ലുകൾക്ക് ഉദാഹരണം ഒന്ന് നെർവ് സെല്ല്, ഒന്ന് ബ്ലഡ് സെല്ല്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെല്ലുകൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഗ്ലാൻഡുലാർ സെൽ. അപ്പൊ ഒരുപാട് സെല്ലുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തില്. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സെല്ലുകൾ ഉണ്ട് അല്ലെ. അപ്പോ ഈ സെല്ലുകൾ കൂടി ചേരുമ്പോഴല്ലേ നമ്മുടെ ശരീരത്തിൽ ടിഷ്യൂസ് ആവാം അല്ലെ. സെല്ലുകൾ കൂടി ചേരുമ്പോൾ ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് കൂടി ചേരുമ്പോൾ ഓർഗൻസ് ആവും. ഓർഗൻസ് കുറെ എണ്ണം ചേരുമ്പോൾ ഓർഗൻ സിസ്റ്റം ആവും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യണമെങ്കിൽ അത് ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സ്പെഷ്യലൈസ്ഡ് സെൽസ്, അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാം മോഡിഫൈഡ് സെൽസ് എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് സെല്ലുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ മോഡിഫൈഡ് സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസിന് മാത്രമേ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്തരം സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് റെസിപ്റ്റേഴ്സ്. റെസിപ്റ്റേഴ്സ്
So receptors are modified cells. Understand? Now receptor കിട്ടിയോ? നമ്മൾ ഈ വെറുതെ അതിന്റെ രീതി ഞാൻ കാണിച്ചു തരാം. നോക്കാം, അതിന്റെ രീതി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, എന്താണ് പറ്റുക നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ സെല്ലിന്റെ പ്ലാസ്മ മെമ്പറൈൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെല്ലിന്റെ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. ആ പ്ലാസ്മ മെമ്പറൈന്റെ സർഫേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? We can see this receptor. നമുക്ക് എന്ത് കാണാൻ പറ്റും? We can see this. This is our receptor. അപ്പോൾ ഒരു സ്റ്റിമുലൈ വന്നു കേട്ടോ, ഒരു സ്റ്റിമുലൈ വന്നു. എന്താണ് ആ സ്റ്റിമുലൈ? ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലൈ വന്നു. ദിസ് ഇസ് ലൈറ്റ് സ്റ്റിമുലൈ. ഓക്കെ, ആ സ്റ്റിമുലൈനെ ആര് റിസീവ് ചെയ്യും? ഈ റെസിപ്റ്റർ ആണ് ആ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? റിസീവ് ചെയ്തു. റിസീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്ററിന്റെ അകത്ത് ചില ചേഞ്ചുകൾ ഉണ്ടാവും. റെസിപ്റ്ററിന്റെ അകത്ത് എന്തുണ്ടാവും പറയുന്നത്? ചില ചേഞ്ചുകൾ ഉണ്ടാവും. അതായത് ചില കാര്യങ്ങളെ റിസപ്റ്റർ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യിക്കുന്ന പെർട്ടിക്കുലർ ആളെ പറയുന്ന പേരാണ് നമ്മള് ഇമ്പൾസ്. നമ്മൾ പറയാ ഇമ്പൾസ് എന്നാണ്. ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജസിന്റെ ഫ്ലോനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസസ്. ഓക്കെ, അപ്പൊ നോക്കുക, എന്നെ ശ്രദ്ധിക്കാം. ഇതാണ് റെസിപ്റ്റർ, ഇതാണ് റെസിപ്റ്റർ. ആ റെസിപ്റ്ററിലേക്ക് ഒരു സ്റ്റിമുലസ് വരാണ്. ദിസ് ഈസ് അവർ സ്റ്റിമുലസ്. സ്റ്റിമുലസ് വന്നിട്ട് റെസിപ്റ്ററിൽ വന്നിട്ട് റെസിപ്റ്റർ ആ സ്റ്റിമുലസിനെ സ്വീകരിച്ചു. അപ്പൊ തന്നെ റെസിപ്റ്ററിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? ഇമ്പൾസസ് ഫോം ചെയ്യും. ദിസ് ഈസ് അവർ ഇമ്പൾസ് ഫോം ചെയ്യും. അപ്പൊ റെസിപ്റ്റർ ഇമ്പൾസ് ഫോം ചെയ്യണമെങ്കിൽ ആര് വേണം? ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് വേണം. ക്ലിയർ ആയോ? അപ്പൊ സ്റ്റിമുലസ് വന്നു കണ്ടോ, ഇതാണ് സ്റ്റിമുലസ്. സ്റ്റിമുലസിനെ ആര് റിസീവ് ചെയ്തു? റെസിപ്റ്റർ റിസീവ് ചെയ്തു. ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? എന്തുണ്ടാവും ഞാൻ പറഞ്ഞത്? പറയും, ഇമ്പൾസ് ഉണ്ടാവും. സോ ദിസ് ഈസ് അവർ ഇമ്പൾസ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഓക്കെ, ഇതെന്തായിരുന്നു നമ്മുടെ റെസിപ്റ്റർ. ഇമ്പൾസ് ഫോം ചെയ്തോ? ഫോം ചെയ്തു. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഇമ്പൾസ് ഫോം ചെയ്തു. നമ്മുടെ കണ്ണിൽ ഒരു ഇമ്പൾസ് ഫോം ചെയ്തു. പക്ഷെ അതിനെ സെന്ററിലേക്ക് എത്തിക്കണ്ടേ? ഇമ്പൾസ് ഫോം ചെയ്താൽ മാത്രം പോരാ, റെസ്പോൺസ് കിട്ടണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അപ്പൊ ആ ഇമ്പൾസസിനെ നമുക്ക് എവിടേക്ക് എത്തിക്കണം? ബ്രെയിനിലേക്ക് എത്തിക്കണം. പക്ഷെ തനിയെ ഓടിപ്പോകുമോ ഇമ്പൾസസ്? പറ്റില്ല. ഇമ്പൾസസിന് പോകാനായിട്ട് ട്രാക്ക് ഉണ്ട്, ഒരു പാതയുണ്ട്. അപ്പൊ ഈ ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് നെർവ്സ്. നമ്മൾ പറയുന്നത് നെർവ്സ്. സോ ദീസ് ഇമ്പൾസസ് ആർ ക്യാരിഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് നെർവ്സ്. ഒത്തിരി നെർവ്സ് എന്ന് ഞാൻ പറഞ്ഞു. സോ ദീസ് ഇമ്പൾസസ് ആർ ക്യാരിഡ് ബൈ നെർവ്സ്. ആരാണ് ക്യാരി ചെയ്യുന്നത്? നെർവ്സ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഈ ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് നമ്മുടെ നെർവ്സ്. നമ്മൾ പറയാം നെർവ്സ്. ക്ലിയർ ആയോ? നെർവ്സ് ആയി റിസീവ് ചെയ്തു. നെർവ്സ് ആയി റിസീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് that will reach us into the brain. എങ്ങനെയാണത്? നേരെ എത്തുന്നത് നമ്മളുടെ ബ്രെയിനിലേക്കാണ്. ഇമ്പൾസസ് എങ്ങനെത്തി? ഇമ്പൾസസ് എങ്ങനെ വന്നു? അതിനെ നെർവ് സ്വീകരിച്ചു. ഇമ്പൾസസ് ഇതുപോലെ കടന്നു പോയിട്ട് അവസാനം അത് എങ്ങനെത്തി? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തി. അണ്ടർസ്റ്റാൻഡ് ആയോ? അപ്പൊ നെർവ്സ് എത്തുന്നത് എങ്ങനെയാണ്? ബ്രെയിനിലേക്കാണ്. പക്ഷെ പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് വഴിയാണ്. നമുക്ക് വളഞ്ഞു തിരിഞ്ഞൊന്നും പോകാൻ പറ്റൂല. ഇതിലെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്പൈനൽ കോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബ്രെയിനിലേക്ക് എന്തിലൂടെ മാത്രമേ എത്താനായിട്ട് പറ്റുള്ളൂ? നമുക്ക് സ്പൈനൽ കോഡിലൂടെ മാത്രമേ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബ്രെയിനിലൊക്കെ നമ്മൾ ആരെയും കൂടെ പരിഗണിക്കണം? നമ്മുടെ സ്പൈനൽ കോഡിനെ കൂടെ പരിഗണിക്കണം. സ്പൈനൽ കോഡ്. അപ്പൊ നമുക്ക് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എത്തി. ഇനി നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് റെസ്പോൺസ്. ഇനിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെസ്പോൺസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ നോക്കി അല്ലെ. അപ്പൊ ഈ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് എന്റെ കണ്ണിലേക്ക് കടന്നു. എന്റെ കണ്ണിലുള്ള റെസിപ്റ്റർ അതിനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. എന്റെ കണ്ണിനുള്ളിൽ എന്ത് ഫോം ചെയ്തു? ഉള്ളിൽ ഇമ്പൾസ് ഫോം ചെയ്തു. എന്റെ ഒപ്റ്റിക് നെർവ് അതിനെ കളക്ട് ചെയ്ത് എവിടെ എത്തിച്ചു? ബ്രെയിനിലേക്ക് എത്തിച്ചു. സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് എത്തിച്ചു. ബ്രെയിൻ അതിനെതിരെ എന്ത് ചെയ്തു? റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോൺസ് ആണ് എന്ത്? എന്റെ കാഴ്ച. ഞാൻ ഈ വസ്തുവിനെ കണ്ടു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തില് എന്തുണ്ടാവുന്നത്? റെസ്പോൺസ് ഉണ്ടാവുന്നത്. സോ റെസ്പോൺസ് ഈസ് കണക്റ്റഡ് വിത്ത് എ സ്റ്റിമുലൈ, പർട്ടിക്കുലർ സ്റ്റിമുലൈ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാം.
ഇതൊന്നും ഞാൻ വായിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഏകദേശം അണ്ടർസ്റ്റാൻഡ് ആയി വിചാരിക്കുന്നു. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഇത് ഓക്കെ. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോണ നമ്മൾ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വൺ സ്റ്റിമുലൈ എന്നാണ്, ഒരു സ്റ്റിമുലൈ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്താണ് സ്റ്റിമുലൈയുടെ എക്സാമ്പിൾ? ലൈറ്റ് അല്ലേ? That stimuli is received by receptor. ഇവിടെ എവിടെയുള്ള റിസപ്റ്റർ ആണ്? എവിടെയുള്ള റിസപ്റ്റർ ആണ്? ഐയിലുള്ള റിസപ്റ്റർ ആണ്. നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിനും റിസപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണെന്ന് പറഞ്ഞു, മോഡിഫൈഡ് സെൽസ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ പല പല ഭാഗങ്ങളിലാണ് ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. അത് നമ്മുടെ സെൻസ് ഓർഗൻസിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗത്തും നമുക്ക് ഈ പറയുന്ന റിസപ്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ റിസപ്റ്റേഴ്സിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് രണ്ട് ഫംഗ്ഷൻ? രണ്ട് ഫംഗ്ഷൻ എന്താണ് പറയാൻ സാധിക്കും? രണ്ട് ഫംഗ്ഷൻ എന്താണ്? ഒന്ന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാം, രണ്ട് ഇമ്പൾസിനെ ഉണ്ടാകാം. രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ആരാണ്? റിസപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യും? റിസപ്റ്ററിനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഇമ്പൾസ് വിൽ ബി ഫോംഡ്. എന്ത് ഫോം ചെയ്തു? ഇമ്പൾസ്. ഇമ്പൾസ് ഇൻ ദ സെൻസ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമ്മുടെ ശരീരത്തിൽ കൂടെ കറണ്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കറണ്ടാണ് ശരിക്കും ഇലക്ട്രിക് ചാർജാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ചാർജിനെ ക്യാരി ചെയ്യുന്ന ആളുകളാണ്. ആ ചാർജാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അപസ്മാരം എന്ന് പറഞ്ഞ രോഗം നിങ്ങൾ കേട്ടോ. അപസ്മാരം ഇലക്ട്രിക് ചാർജസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. കാരണം ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എന്ത് ഫോം ചെയ്യും? ഇമ്പൾസ് ഫോം ചെയ്യും, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇനി ഇതിനെ ആര് റിസീവ് ചെയ്യും? ഈ ഇമ്പൾസസിനെ ആരാണ് റിസീവ് ചെയ്യുക? ആരാണ്? നെർവ്സ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെർവ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഇവിടെ വരുന്ന നെർവിനെ നമ്മൾ പറയുന്ന പേര് ഒപ്റ്റിക് നെർവ് എന്നാണ്. നമ്മൾ പറയുന്നത് നമ്മള് ഒപ്റ്റിക് നെർവ്. കാരണം കണ്ണിൽ കാണപ്പെടുന്ന നെർവിനെ പറയുന്ന പേര് എന്താണ്? ഒപ്റ്റിക് നെർവ് ആണ്. അപ്പൊ ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്തു? ഇതിനെ റിസീവ് ചെയ്തു. ഇനി അടുത്തത് നെർവ് എങ്ങനെയായിട്ട് ഇതിനെത്തിക്കാം? ആദ്യം എത്തിക്കും, ആദ്യം സ്പൈനൽ കോഡ്. ആദ്യം ഇടാണ് സ്പൈനൽ കോഡ്. അതിനുശേഷം അതിനെ എത്തിക്കും ബ്രെയിനിലേക്ക്. എത്തിയോ? എത്തി. ബ്രെയിൻ എന്ത് ചെയ്യും? ഗിവ് us റെസ്പോൺസ്. ബ്രെയിൻ നമുക്ക് എന്ത് തരും എന്നാണ് പറയുന്നത്? നമുക്ക് റെസ്പോൺസ് തരും. എന്താണ് ആ റെസ്പോൺസ്? പറയും. സൈറ്റ് ആണ്. ഈസി പ്രോസസ് അല്ലേ? വെരി ഈസി പ്രോസസ്. ഇത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഈ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്റ്റിമുലൈ, റിസപ്റ്റർ, ഇമ്പൾസ്, നെർവ്, സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ, റെസ്പോൺസ്. ക്ലിയർ ആണോ? നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് ആണ് പറഞ്ഞത്, ചെറിയൊരു കൺസെപ്റ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഞാൻ പറയാണ്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ന്യൂറോൺ ആണ്. ഏതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? നമുക്ക് ന്യൂറോൺ, അല്ലെങ്കിൽ നമ്മൾ നെർവ് സെൽസ് എന്നൊക്കെ പറയും. നമ്മൾ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം എന്തൊക്കെ ചേർന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്താണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഇത് ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ് നമ്മുടെ ന്യൂറോൺ. അതിന്റെ ബേസിക് സെൽസിനെ നമ്മൾ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂറോണിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഇന്നെടുത്ത കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ